കേരളത്തിൽ നിന്നും വേളാങ്കണ്ണി പള്ളി വരെ ഡയറക്റ്റ് യാത്ര പോകാൻ സാധിക്കുന്ന ഒരു ട്രെയിനെ പറ്റിയും ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകൾ, ട്രെയിനിൽ എത്തിച്ചേരുന്ന സമയം, ടിക്കറ്റ് നിരക്കുകൾ, കൂടാതെ അവിടെ നിന്നും കേരളത്തിലേക്കുള്ള ഈ ട്രെയിനിൻ്റെ തിരിച്ചുള്ള റിട്ടേൺ യാത്രയെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. കേരളത്തിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ട്രെയിനാണിത്. ട്രെയിൻ നമ്പർ 16363, ട്രെയിൻ നമ്പർ 16363. എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി വീക്കിലി എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. എറണാകുളം സൗത്ത്, അതായത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ബുധനാഴ്ചയും രാത്രിയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ബുധനാഴ്ച രാത്രി 11:50 മണിക്ക് യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം വ്യാഴാഴ്ച വൈകുന്നേരം 5:35 വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തിച്ചേർന്ന് യാത്ര അവസാനിപ്പിക്കുന്നത്. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ്, അതായത് എല്ലാ ബുധനാഴ്ചകളിലും മാത്രമാണ് കേരളത്തിൽ നിന്നും വേളാങ്കണ്ണിയിലേക്ക് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഈ ട്രെയിൻ എറണാകുളം സൗത്തിൽ നിന്നും എടുത്താൽ വേളാങ്കണ്ണി വരെ സഞ്ചരിക്കുന്ന മൊത്തം ദൂരം 720 കിലോമീറ്ററാണ്. അതായത് 17 മണിക്കൂറും 45 മിനിറ്റുമാണ് മൊത്തത്തിൽ ഈ ട്രെയിൻ എടുക്കുന്ന സമയം. എറണാകുളം സൗത്ത്, അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്നും രാത്രി 11:50 മണിക്ക് ഈ ട്രെയിൻ എടുത്താൽ അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കോട്ടയത്താണ്. 12:42 മണിയോടെ കോട്ടയത്ത് ഈ ട്രെയിൻ എത്തിച്ചേരുന്നു. അവിടെ നിന്നും പോകുന്ന ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ വെളുപ്പിന് 1 മണിക്കും, തിരുവല്ലയിൽ 1:10-നും, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ 1:20-നും, മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ 1:33-നും, കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ 1:42-നും, കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിന് 1:58-നും, ശാസ്താംകോട്ടയിൽ വെളുപ്പിന് 2:08-നും, കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിന് 3 മണിക്കും, കുണ്ടറയിൽ 3:28-നും, കൊട്ടാരക്കരയിൽ 3:38-നും, ആവണീശ്വരം 3:48-നും, പുനലൂർ 4:20-നും, തെന്മലയിൽ 5:18-നും, സെങ്കോട്ടയിൽ രാവിലെ 7:05-നും, തെങ്കാശി ജംഗ്ഷനിൽ രാവിലെ 7:28-നും, കടയന്നല്ലൂർ രാവിലെ 7:44-നും, ശങ്കരൻകോവിൽ 8:05-നും, രാജപാളയം 8:30-നും, ശിവകാശി 9:03-നും, വിരുദുനഗർ ജംഗ്ഷൻ 10:03-നും, മധുരൈ ജംഗ്ഷൻ 11 മണിക്കും, ഡിണ്ടിഗൽ ജംഗ്ഷൻ രാവിലെ 12:10-നും, തിരുച്ചിറപ്പള്ളി 1:35-നും, തഞ്ചാവൂർ ഉച്ചതിരിഞ്ഞ് 2:33-നും, തിരുവാരൂർ ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് ശേഷം 3:20-നും, നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വൈകിട്ട് 4:15-നും, വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം 5:35-നും എത്തിച്ചേർന്ന് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നു. നിലവിൽ ഇത്രയും സ്റ്റേഷനുകളിലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഈ ട്രെയിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനും വേളാങ്കണ്ണി പള്ളിയും തമ്മിലുള്ള ദൂരം ഏകദേശം 1 കിലോമീറ്ററോളമാണ്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ശേഷം റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഓട്ടോ സൗകര്യം ലഭ്യമാണ്. അവിടെ നിന്നും വേളാങ്കണ്ണി പള്ളി വരെ ഏകദേശം 100 രൂപയോളമാണ് ഓട്ടോ ചാർജ് വരുന്നത്. ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് എത്രയെന്ന് നോക്കാം. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ജനറൽ ടിക്കറ്റ് 230 രൂപയും, എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ സ്ലീപ്പർ ടിക്കറ്റ് ഒരാൾക്ക് 415 രൂപയും, തേർഡ് AC ടിക്കറ്റ് 1090 രൂപയും, സെക്കൻഡ് AC ടിക്കറ്റ് 1545 രൂപയുമാണ്. എന്നിങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് വരിക. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കയറേണ്ട റെയിൽവേ സ്റ്റേഷൻ്റെ കോഡുകൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. എറണാകുളം ജംഗ്ഷൻ ERS എന്നും വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ VLNK എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി പറയാൻ പോകുന്നത്, ട്രെയിൻ ഇറങ്ങിയ ശേഷം വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോയിൽ നമുക്ക് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ പോയി ഇറങ്ങാൻ സാധിക്കും. അവിടെ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിന് മുന്നിലായി വേളാങ്കണ്ണി ഷ്രൈൻ പള്ളി വക ബുക്കിംഗ് ഓഫീസ്, റൂം ബുക്കിംഗ് ഓഫീസ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. 24 hours പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണിത്. നമുക്ക് ആവശ്യമായിട്ടുള്ള റൂമുകൾ അവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡയറക്റ്റ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരാനുള്ള ട്രെയിനിൻ്റെ റിട്ടേൺ യാത്രയെക്കുറിച്ച് നമുക്ക് നോക്കാം.
നമ്മൾ കേരളത്തിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ തിരിച്ച് റിട്ടേൺ വരുന്നത് ട്രെയിൻ നമ്പർ 16364, അതായത് ട്രെയിൻ നമ്പർ 16364 എന്ന നമ്പറിലാണ്. വേളാങ്കണ്ണി എറണാകുളം ജംഗ്ഷൻ വീക്കിലി എക്സ്പ്രസ് എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത്. ഈ ട്രെയിൻ വ്യാഴാഴ്ച മാത്രമാണ് സർവീസ് ഉള്ളത്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ട്രെയിൻ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ എല്ലാ വ്യാഴാഴ്ചയും മാത്രമാണ് സർവീസ് നടത്തുന്നത്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 7:45 യാത്ര ആരംഭിച്ച് പിറ്റേ ദിവസം രാവിലെ 11:55 എറണാകുളം ജംഗ്ഷൻ, അതായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തിച്ചേരുന്നത്. ഇനി കേരളത്തിൽ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനുകൾ നമുക്ക് ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. തെന്മലയിൽ 5:38, അതായത് തെന്മല റെയിൽവേ സ്റ്റേഷനിൽ വെളുപ്പിന് 5:38, പുനലൂർ 6:45, ആവണീശ്വരം 7:03, കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 7:13, കുണ്ടറ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 7:23, കൊല്ലം ജംഗ്ഷനിൽ 8:10, ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ 8:38, കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 8:48, കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:03, മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ 9:13, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:25, തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:38, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 9:47, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 10:04, എറണാകുളം ജംഗ്ഷൻ അഥവാ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 11:55 എത്തിച്ചേർന്ന് ഈ ട്രെയിൻ യാത്ര അവസാനിപ്പിക്കുന്നു. 2 ദിവസം വേളാങ്കണ്ണിയിൽ താമസിച്ച് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ദിവസവും കാരയ്ക്കലിൽ നിന്നും എറണാകുളം സൗത്ത് വരെ സർവീസ് നടത്തുന്ന ടീ ഗാർഡൻ എക്സ്പ്രസ് ട്രെയിൻ എന്ന ഈ ട്രെയിൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിനിൽ കയറേണ്ടത് എന്നത് പ്രത്യേകം ഓർത്തു വയ്ക്കുക. വേളാങ്കണ്ണിയിലേക്ക് ഡയറക്റ്റ് പോകുവാനും വേളാങ്കണ്ണിയിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഈ ട്രെയിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. വേളാങ്കണ്ണി മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.